I, K. Muralidharan, do swear in the name of God that I will bear true faith and allegiance to the Constitution of India, as by law established, that I will uphold the sovereignty and integrity of India, that I will faithfully and conscientiously discharge my duties as a Minister of the State of Kerala, and that I will do right to all manner of people in accordance with the Constitution and the law without fear or favor, affection or ill will. നമസ്കാരം. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വേറിട്ട് നിന്ന മന്ത്രി കെ മുരളീധരന്റെ ഇംഗ്ലീഷ് സത്യവാചകം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മുഖ്യമന്ത്രി അടക്കം 20 പേരും മലയാളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ താൻ മാത്രം ഇംഗ്ലീഷ് തെരഞ്ഞെടുക്കാനുണ്ടായ കാരണവും തന്റെ ഔദ്യോഗിക വാഹനത്തിന്റെ നമ്പറിന് പിന്നിലെ കുട്ടിക്കാലത്തെ വാശിയുടെ കഥകളുമൊക്കെ മന്ത്രി മുരളീധരൻ തന്നെ വ്യക്തമാക്കുകയാണ്. സ്വാഭാവികമായും സത്യപ്രതിജ്ഞ ചടങ്ങ് നേരിട്ട് കണ്ട നമ്മളെല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് മാതൃഭാഷയായി മലയാളത്തിൽ സംസാരിക്കാതെ കെ മുരളീധരൻ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതെന്ന്. എന്നാലും പുതിയ മന്ത്രിസഭയിലെ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും ജനങ്ങൾക്കിടയിലും കൗതുകമുണർത്തിയ ഒന്നായിരുന്നു മന്ത്രി കെ മുരളീധരന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ്. മുഖ്യമന്ത്രി അടക്കം 21 പേരിൽ 20 മന്ത്രിമാരും മാതൃഭാഷയായി മലയാളത്തിൽ സത്യവാചകം ചൊല്ലി. കെ മുരളീധരൻ ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നിൽ ഒരു രസകരമായ കാര്യമുണ്ട്, അതിൽ രഹസ്യമുണ്ട്. അതെന്തായാലും അദ്ദേഹം പറയുന്നത് പിതാവിനോടുള്ള ആദരമായാണ് താൻ ഇംഗ്ലീഷിൽ സത്യവാചകം ചൊല്ലിയത് എന്നാണ്. താൻ ഇംഗ്ലീഷ് തെരഞ്ഞെടുക്കാനുണ്ടായ പ്രധാന കാരണം പിതാവും മുൻ മുഖ്യമന്ത്രിയുമായ കെ കരുണാകരനോടുള്ള ആദരവാണെന്നാണ് മുരളീധരൻ വ്യക്തമാക്കുന്നത്. തന്റെ പിതാവ് കേരളത്തിൽ 4 തവണ മുഖ്യമന്ത്രിയായും 1 തവണ മന്ത്രിയായും 5 തവണ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. 5 തവണയും അദ്ദേഹം ഇംഗ്ലീഷിലാണ് സത്യവാചകം ചൊല്ലിയത്. പിന്നീട് കേന്ദ്രമന്ത്രിയായപ്പോഴും അദ്ദേഹം ഇംഗ്ലീഷ് തന്നെയാണ് തെരഞ്ഞെടുത്തത്. പിതാവിന്റെ ആ ഒരു ശീലം പിന്തുടരണമെന്നൊരു ആഗ്രഹം കൊണ്ടാണ് താൻ ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ ചെയ്തതെന്നാണ് കെ മുരളീധരൻ പറയുന്നത്. ഇംഗ്ലീഷ് സത്യവാചകത്തിൽ ഒരു പ്രത്യേക വാക്കിന്റെ ഉച്ചാരണവുമായി ബന്ധപ്പെട്ട് തന്റെ കുട്ടിക്കാലത്തുണ്ടായ ഒരു രസകരമായ ഓർമ്മയും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് വീട്ടിൽ വെച്ച് ഈ വാക്കിനെ കുറിച്ചൊരു ചർച്ച നടന്നിരുന്നു. അന്ന് അമ്മ തമാശയെ ചോദിച്ചു, നീയൊക്കെ മന്ത്രിയായാൽ ഇത് തെറ്റിക്കാതെ ചൊല്ലുമോ എന്ന്. കോൺഷ്യസ്ലി എന്ന വാക്കായിരുന്നു അത്. ഇതിന് മറുപടിയായി കെ കരുണാകരൻ പറഞ്ഞ ഒരു കമന്റാണ് മുരളീധരന്റെ മനസ്സിൽ തറച്ചത്. അവനൊന്നും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരില്ലല്ലോ, അവന് രാഷ്ട്രീയത്തിലൊന്നും താല്പര്യമില്ലല്ലോ എന്നായിരുന്നു അച്ഛന്റെ തമാശ രൂപേണയുള്ള മറുപടി. അന്ന് അച്ഛൻ തമാശയെ പറഞ്ഞതാണെങ്കിലും അതൊരു വാശിയായി മനസ്സിൽ സൂക്ഷിച്ചെന്നും അതുകൊണ്ടാണ് ആ വാക്ക് തെറ്റിക്കാതെ കൃത്യമായി ഉച്ചരിക്കാൻ താൻ പ്രത്യേക ശ്രദ്ധ നൽകിയതെന്നും അദ്ദേഹം ഓർത്തെടുത്തു. സത്യപ്രതിജ്ഞയിൽ മാത്രമല്ല തനിക്ക് അനുവദിച്ച ഔദ്യോഗിക വാഹനത്തിന്റെ കാര്യത്തിലും കെ മുരളീധരൻ പിതാവിന്റെ വഴി തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. താൻ ചോദിച്ചു വാങ്ങിയതാണ് 11ാം നമ്പർ കാർ എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴും പിന്നീട് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഉപയോഗിച്ചിരുന്നത് 11ാം നമ്പറുള്ള വാഹനമായിരുന്നു. അങ്ങനെ കാറിന്റെ നമ്പറിലും സത്യപ്രതിജ്ഞാ ഭാഷയിലും താൻ പിതാവിനെ പൂർണ്ണമായി അനുകരിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത് സെക്രട്ടേറിയറ്റിലേക്ക് എത്തുമ്പോൾ പിതാവിനെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണ് മനസ്സിലുണ്ടായിരുന്നതെന്നും കെ മുരളീധരൻ വൈകാരികമായി കൂട്ടിച്ചേർത്തു. പണ്ട് അച്ഛൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പങ്കെടുക്കാൻ കൂടെ പോയിരുന്നതും അതിനുശേഷം സെക്രട്ടേറിയറ്റിലേക്ക് അച്ഛന്റെ കാറിൽ ഒരുമിച്ച് യാത്ര ചെയ്തതുമായ പഴയകാല ഓർമ്മകൾ പുതിയ മന്ത്രിമന്ദിരത്തിലേക്ക് കയറുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. എന്തായാലും വളരെ പ്രതീക്ഷകളോട് കൂടിയാണ് കെ മുരളീധരനെ നമ്മുടെ മന്ത്രിയായി തന്നെ തിരഞ്ഞെടുക്കുന്നത്. അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലെ ഇംഗ്ലീഷ് വാചകം സത്യപ്രതിജ്ഞയെ തിരഞ്ഞെടുക്കുന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങളും വ്യത്യസ്തമായി തന്നെയാണ് നിൽക്കുന്നത്.